സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സന്യാസിനികളായ മക്കളുള്ള മാതാപിതാക്കളുമായിട്ടുള്ള ഷോയുടെ ലാസ്റ്റ് എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. സന്യസ്തരായ മക്കള് ഇവരുടെ ജീവിതത്തെ എങ്ങനെയാണ് സമ്പന്നമാക്കുന്നത്, സിസ്റ്റേഴ്സ് എങ്ങനെയാണ് മൊത്തം കുടുംബങ്ങളെ സമ്പന്നമാക്കുന്നത്, ഈ വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നുകൂടി ഇവിടെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, എന്താ പേര്? മാർട്ടിൻ കണ്ണമ്പുഴ. മാർട്ടിൻ. ഓക്കെ, എവിടെ നിന്ന് വരുന്നു? തവളപ്പാറയിൽ നിന്ന് വരുന്നു. ഓക്കെ. എൽസി മാർട്ടിൻ. ഓക്കെ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 29 വർഷം. 29 വർഷം. മക്കള്? 3 പേരുണ്ട്. രണ്ടാമത്തെ ആള് സിസ്റ്ററായി. രണ്ടാമത്തെ ആള് സിസ്റ്ററായിട്ട് വന്നത്. എത്ര വർഷമായി സിസ്റ്ററായിട്ട്? 1 വർഷമായിട്ടുണ്ട്. 1 വർഷമായിട്ടുണ്ട്. സന്തോഷമായിട്ട് നിങ്ങൾ പോകുന്നു അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേര്? ടോണി. 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 എവിടുന്ന് വരുന്നേ? കാഞ്ഞൂരിന്ന് വരുന്നു. ഓക്കെ, ചേച്ചിയുടെ പേര്? ലിറ്റി ടോണി. ലിറ്റി. ഓക്കെ, മക്കള്? 3 പേര്. സിസ്റ്റേഴ്സ്? 2 പേര് സിസ്റ്റേഴ്സ് ആണ് അല്ലേ? ഓക്കെ, അവർ 2 പേര് ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിങ്ങൾ 2 പേര് അവരെ പറഞ്ഞു വിട്ടതിന്റെ സന്തോഷത്തിലുമാണ് അല്ലേ? നിങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. പേര്? ജോയ്. വൈഫിന്റെ പേര്? മിനി ജോയ്. എത്ര നാളായി കൂട്ടുകെട്ട്? 26 വർഷമായി അല്ലേ? മക്കള്? 3 പേരുണ്ട്. സിസ്റ്റേഴ്സ്? 2 പേര് സിസ്റ്റേഴ്സ് ആണ് അല്ലേ? സന്തോഷമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ പേര്? എൻ്റെ പേര് ജോയ്. ഇതും വേറൊരു ജോയ് ആണ് അല്ലേ? ഓക്കെ, യെസ്. മൂക്കന്നൂർ നിന്നാണ് വരുന്നത്. ഓക്കെ. എൻ്റെ പേര് വിജി ജോയ്. ഓക്കെ, മക്കള്? 2 പേരുണ്ട്. മൂത്ത ആള് സിസ്റ്റർ ആയിട്ട് അല്ലേ? എത്ര നാളായി? 1 വർഷമായി. സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ കരുതുന്നത് മക്കള് സന്യാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ ഒരു നഷ്ടമാണെന്നാണ്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു അഭിമാനിക്കാൻ ഒന്നുമില്ല എന്നൊരു തോന്നലൊക്കെ ചില മാതാപിതാക്കൾക്കെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ഈ ദൈവവിളിയെ നിരുത്സാഹപ്പെടുത്തുന്ന ധാരാളം മാതാപിതാക്കളെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ടാണ് ഇവരുടെ മക്കൾ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ഈ മക്കൾ സന്യാസിനി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ലഭിച്ചത്? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഇവരെ കേൾക്കാം. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ മകൾ സന്യാസിനി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? എൻ്റെ മകള് സന്യാസിനി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബത്തിലേക്ക് ധാരാളം പ്രാർത്ഥനകൾ ലഭിക്കുന്നുണ്ട്. അത് കാരണം അതിൻ്റെ ഉദാഹരണമാണ്, അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓപ്പറേഷന് പോയിട്ട് പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ മഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മകള് അപ്പോൾ അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല, ചേർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ലാപ്രോസ്കോപ്പിക്കാണ് ഹെർണിയയുടെ ഓപ്പറേഷൻ ചെയ്തത്. ശരി. അതിന് ഉടനെ മാറും, വേദന കുറവുള്ള ഓപ്പറേഷനാന്ന് പറഞ്ഞ് ചെയ്തിട്ട് ആ ഓപ്പറേഷന് ആൾക്ക് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആശ്രയത്തോടു കൂടി എഴുന്നേൽക്കാനേ പറ്റുള്ളൂ.
ഇത് 6 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഹെർണിയയുടെ ഓപ്പറേഷൻ ചെയ്തു. ഓക്കെ ഇത് അപ്പോഴും ഇവള് സിസ്റ്റർ ആയിരുന്നു. ഓക്കെ അപ്പം ഞങ്ങൾ ഇവിടെ മഠത്തിൽ ഇതുപോലെ തന്നെ പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു. ഓക്കെ ഈ ഓപ്പറേഷന് ഇത് പൊക്കിളിൻ്റെ ഈ അറ്റം തുടങ്ങി തൊട്ട് ഈ അറ്റം വരെ വലിയ കീറിയുള്ളൊരു ഓപ്പറേഷനായിരുന്നു. ആ ഓപ്പറേഷന് ആൾ ആ തിയേറ്ററിൽ നിന്ന് ICUവിൽ വെച്ച് സ്വന്തമായി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി. ഇത്ര പറഞ്ഞില്ല, നേരത്തെ പോലെ വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. വേദന ഉണ്ടായിരുന്നില്ല എന്നാണ്. അതിന് മറ്റേത് 3 ദിവസവും കഴിഞ്ഞപ്പിന്നെയാണ് ആശ്രയത്തോടു കൂടി എഴുന്നേറ്റ് പോയത്. അതെ, ഇത് ആ വേദന അനുഭവപ്പെട്ടില്ല. മറ്റേതിനേക്കാൾ വലിയ ഓപ്പറേഷൻ ആയിരുന്നു ഇത്. ശരി ശരി ശരി. അപ്പൊ വളരെ ഞങ്ങൾക്ക് അതൊരു വലിയൊരു അനുഭവമായിരുന്നു. നിങ്ങൾ അത് പ്രാർത്ഥനയോടുകൂടി മകളുടെ അല്ലെങ്കിൽ സന്യാസ സമൂഹത്തിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ മകൾ സന്യാസിനി ആയതുകൊണ്ട് ധാരാളം പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും, ദൈവകൃപ ഉണ്ടാവും. അതാണല്ലേ? അമ്മച്ചിക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? മകൾ സന്യാസിനി ആയതുകൊണ്ട്. അവള് മടത്തിൽ പോയ പിന്നെയാണ് മൂത്തയാള് നഴ്സിംഗ് പാസ്സായി IELTS എഴുതിയത്. അപ്പൊ IELTSന്റെ ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് മുന്നേ അവളുടെ മഠത്തിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. അവര് പ്രാർത്ഥിച്ചു, ആ എക്സാമിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചു. ഫസ്റ്റ് ഇതിൽ തന്നെ അവൾക്ക് ഓവറോൾ 8 കിട്ടി IELTSന്. ആളെ പോയി UK പോയി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട് 2ാം നില പണിതു. അങ്ങനെ കുറേ ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടി. ഓക്കെ, അപ്പം മകള് സന്യാസ ജീവിതത്തിലേക്ക് പോയപ്പോ നമുക്ക് ലഭിച്ചത് ദൈവത്തിന്റെ കൃപ. തീർച്ചയായിട്ടും ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായും നിങ്ങളത് അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾ പറയുന്നത്. കാരണം ദൈവത്തിന്റെ വേല ചെയ്യാനായിട്ട്, ദൈവത്തിന്റെ പ്രഘോഷിക്കാനായിട്ട്, സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് മകള് പോയപ്പോ നമ്മുടെ കുടുംബത്തിലേക്ക് അനേകം സുവിശേഷം അല്ലെ, നന്മകള് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്, നല്ല കാര്യം. ഗുഡ് ഗുഡ് ഗുഡ്. യെസ്, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു അച്ഛനോ കന്യാസ്ത്രീയോ ഉണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടുന്നു, ആ കുടുംബം രക്ഷപ്രാപിക്കും. അപ്പം അതിനെനിക്ക് തോന്നുന്ന കാരണം ഒന്ന് പ്രാർത്ഥനയുടെ ശക്തി, കാരണം അവർ നമുക്കൊണ്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. വേറൊന്ന് നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കി നിലനിർത്താൻ അവർക്ക് സാധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ സഹോദരന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, കാരണം അവർക്കായിരിക്കും അറ്റാച്ച്മെന്റ് കൂടുതലുള്ളത്. കാരണം അവര് ഏകസ്ഥയാണല്ലോ. മറ്റുള്ളൊരു കുടുംബവും കാര്യങ്ങളും അവരുടെ പ്രാരാബ്ദങ്ങളായിട്ട് അവർ പോകുന്നു. അപ്പൊ ഇവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ടോണി ചേട്ടന്റെ പെങ്ങൾ ഒരാളെ സിസ്റ്റർ, അതുകൊണ്ട് ഞാൻ അതിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് പറയുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്ന അവരായിരിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും പഠിക്കുന്നതും അവരായിരിക്കും. അതേസമയം മറ്റു സഹോദരന്മാർ അവരുടെ ഭാര്യമാരും പിള്ളേരൊക്കെ ആയിട്ട് അവർക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന്. അപ്പൊ ഇവര് കുറച്ച് പ്രാർത്ഥനാ ചൈതന്യവും മാത്രമല്ല കാര്യങ്ങളെ കുറച്ചുകൂടി ഒബ്ജക്റ്റീവായിട്ട് വിലയിരുത്തി സംസാരിക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ടും നമ്മുടെ കുടുംബത്തിലെ ബന്ധങ്ങളെ ഊഷ്മളമാക്കി നിർത്താനായിട്ട് ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഒത്തിരിയേറെ സഹായിക്കും അല്ലേ? പിന്നെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ദൈവം ഏറ്റവും കൂടുതൽ വിലമതിക്കണേ. ഇപ്പോൾ മാതാവിന്റെ പ്രാർത്ഥനയിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കണേ, സ്വന്തം അമ്മയുടെ. ഞാനൊരു പുസ്തകത്തിൽ, മറ്റേ ഗബ്രിയേൽ അമോറത്തിന്റെ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള കാര്യമാണ്, ഇത് ശാപബന്ധനങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടവർ ശപിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അമ്മ പോലുള്ളവർ ശപിച്ചു കഴിഞ്ഞാൽ അത് വളരെ തീക്ഷ്ണമായിരിക്കുന്നത്. അപ്പൊ അതേന്ന് തിരിച്ച് അവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ധാരാളം. അപ്പൊ നമ്മുടെ പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളാണല്ലോ സിസ്റ്റർ. അപ്പൊ ഈ പ്രാർത്ഥനയുടെ ശക്തി, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കര കുടുംബത്തിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ മകള് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ വലിയൊരു ശക്തി അതിനകത്തുണ്ടാവും, ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ആ കുടുംബം രക്ഷപ്പെടും എന്ന് രക്ഷ പ്രാപിക്കുന്നത്, ദൈവാനുഗ്രഹം കൊണ്ട് നിറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഗുഡ്. നിത്യ ചേച്ചിക്ക് എന്തെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കാനായിട്ട്? ഞങ്ങൾക്കാണെങ്കിൽ 2 സിസ്റ്റേഴ്സ് ഉള്ളത്, രണ്ടും 2 കോൺഗ്രിഗേഷനാണ്. അതെ, രണ്ട് സഭയിൽപ്പെട്ട. 2 സഭയിൽപ്പെട്ടത്. അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ പേരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അത് ശരിയാണല്ലോ അല്ലേ? ഒരു 2 സന്യാസ സമൂഹങ്ങൾ അല്ലേ? ഒരു മഠത്തിൽ തന്നെ ആവുമ്പോ ആ ഒരു സന്യാസ സമൂഹത്തിന്റെ അല്ലേ കിട്ടുള്ളൂ. 2 കോൺട്രിബ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ പറയും, ഞാനൊക്കെ മരിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ സിസ്റ്റേഴ്സിന്റെ പ്രാർത്ഥനയൊക്കെ എനിക്ക് കിട്ടാൻ നമ്മൾ മോശം പ്രാപിക്കും അല്ലേ നമ്മുടെ ജീവിതം വഴി. വേറെ എന്തെങ്കിലും? എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, റിട്ടയർ ആയതിനു ശേഷം ഇവിടെ ഡിവൈനിൽ കൗൺസിലറായിട്ട് വരുന്നുണ്ടായിരുന്നു. രോഗശാന്തി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ കിടപ്പിലായി, ഈ പാർക്കിൻസൺസ് അസുഖമായിരുന്നു. അപ്പൊ അന്നത്തെ ചൈതന്യമൊക്കെ, മുഖത്തെ ചൈതന്യമൊക്കെ അങ്ങോട്ട് പോയി കുറെ കഴിഞ്ഞപ്പോഴേ. അപ്പോൾ പെങ്ങള് സിസ്റ്റർ ഡോക്ടറാണ് സെന്റ് ജെയിംസിലെ. അപ്പൊ അവസാന ദിവസങ്ങളിൽ അവരായിരുന്നു ശുശ്രൂഷിക്കാനുണ്ടായിരുന്നത്. പക്ഷെ അമ്മയുടെ മരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൗൺസിലർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇന്ന ദിവസം മരിക്കും എന്ന് പറഞ്ഞു. അന്ന് കൃത്യം 10 മണിയായി കഴിഞ്ഞപ്പോൾ അമ്മ മരിക്കുകയാണ്. പക്ഷെ അമ്മയുടെ മുഖത്തൊരു വല്ലാത്തൊരു ചൈതന്യം, മരിക്കാൻ നേരത്തെ.
അപ്പോൾ ആ വർഷം അട്ടപ്പാടിയിൽ നമ്മുടെ കാഞ്ഞൂർ ബൈബിൾ കൺവെൻഷന് മറ്റേ അട്ടപ്പാടി സേവ്യറച്ചൻ പറഞ്ഞു, നിങ്ങൾ ഈ മരിച്ചെടുക്കുന്ന ചിലർ ശ്രദ്ധിക്കുക, അവരുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ തനത് വിധി എന്നൊന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ മാലാഖമാർ വരുമ്പോഴുള്ള, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ലാസ്റ്റ് എക്സ്പ്രഷൻ ഭയങ്കര സന്തോഷം എന്ന് പറയുന്നതിനകത്ത് എന്തോ കാര്യമുണ്ടല്ലോ. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് പെങ്ങള് കന്യാസ്ത്രീൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇവരുടെ സേവനമൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പം നമ്മൾ പ്രായമായി ഒരു പക്ഷേ വിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ മകൾ, സന്യാസിനിയായ മകൾ കൂടെ നിൽക്കുമ്പോൾ അതൊരു ചൈതന്യമാണ് അല്ലേ, ഒരു പ്രത്യേക കൃപയാണത് അല്ലേ. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ആ ഒരു സമാപ്തിയിൽ ഇപ്രകാരമുള്ള ഒരു വ്യക്തിയുടെ സാമീപ്യം നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ആത്മീയമായ വലിയ ഉണർവ് പകരുമെന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, കൊള്ളാം. അപ്പോൾ സന്യാസിനി ആയതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് നല്ല നേട്ടമുണ്ട്. ഓക്കെ, വേറെ നിങ്ങൾക്ക് എന്താ ഷെയർ ചെയ്യാനുള്ളത്? ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ, ഞങ്ങളുടെ മോള് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായ കുടുംബമാണ്. ആഹാ. ഞങ്ങൾ മോള് പോയിട്ടും ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. ശരി. അപ്പോൾ അച്ഛന്മാരുടെ അടുത്ത് ധ്യാനത്തിന് പോകുമ്പോൾ അച്ഛന്മാർ പറയും പേടിക്കണ്ട, ഒക്കെ ശരിയായിക്കോളും എന്ന് പറയും. ശരി. ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് മോള് സിസ്റ്റർ ആയതിനു ശേഷം ഇന്ന് വരെ ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു വക ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഹാപ്പിയിലുള്ള ജീവിതമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഓക്കെ, സന്തോഷം. എല്ലാ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ദൈവം സഹായിച്ച് ഒരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തികപരമായിട്ടായാലും അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നല്ല ബന്ധങ്ങൾ. അതായത് നമ്മളിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ മോളോടല്ല മദറിനോട് വിളിച്ച് മദറെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അത് കാര്യങ്ങൾ പരിഹരിച്ചിരിക്കും. ശരിയാ. അത്രയ്ക്ക് പ്രാർത്ഥന ചൈതന്യമുള്ള രീതിയിലാണ് ഞങ്ങളും പോകുന്നത്. അതേമാതിരി തന്നെ കുടുംബം നല്ലൊരു റോസാപ്പൂവേ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ സുഗന്ധം ഉണ്ടാവും. തീർച്ചയായിട്ടും. അതുപോലെയാണ് നല്ലൊരു സിസ്റ്റർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങളില് അല്ലേ സമാധാനവും സുഗന്ധവും ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് നിങ്ങളുടെ അനുഭവം അല്ലേ? ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനായിട്ട് ഇപ്രകാരം ഒരു ദൈവവിളി നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി. ഓക്കെ, കൊള്ളാം. എന്താണ് അമ്മച്ചിക്ക് കൂടുതൽ പറയാനായിട്ട്? ഞങ്ങളുടെ മക്കളൊക്കെ എന്തെങ്കിലും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ അവർ ഞങ്ങളെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അവർക്ക് ഒത്തിരിക്കൊക്കെ വലുതായോ അല്ലെങ്കിൽ അതൊക്കെ കിട്ടിയത് അത് തീർച്ചയായിട്ടും ഞങ്ങളിൽ നിന്നല്ല, ആ സിസ്റ്റേഴ്സിൽ നിന്നുള്ള ആ ഒരു. അപ്പൊ അമ്മച്ചി പറഞ്ഞത് വേറൊരു കാര്യമാണ്, അതായത് നമ്മളെ ഗൈഡ് ചെയ്യുന്നു. അതെ, അത്രത്തോളം അവരാകുമ്പോൾ നമുക്കതിൽ ഭയങ്കര സന്തോഷം തോന്നാണ്. കാരണം എൻ്റെ മോളിങ്ങനെയൊക്കെ പറഞ്ഞു തരാനായിട്ട് അത് തീർച്ചയായിട്ടും കിട്ടിയത് ആ മഠത്തിലെ ആ സമൂഹത്തിൽ നിന്നുള്ള ആ സിസ്റ്റേഴ്സിൽ നിന്നുള്ള അവരുടെ ഒരു ഫോർമേഷന്റെ കാലഘട്ടത്തിൽ കിട്ടിയ കാര്യങ്ങളായിരിക്കാം. പിന്നെ അവര് അത്ര വലിയ കഴിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും ഉള്ള കഴിവിനെ പരമാവധി വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു കഴിവുള്ളെങ്കിൽ പോലും എത്രത്തോളം അവർ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുമോ അത് അവർ ചെയ്തിട്ടുണ്ട് അവരുടെ ഭാഗത്ത്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഉണ്ടായി കാണുന്നില്ലായിരിക്കാം. ശരിയാ. അപ്പൊ സമൂഹത്തിൽ ചേർന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ സന്യാസ സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി മകള് വളരുകയും ആ വളർച്ച നമ്മളുമായിട്ട് പങ്കുവെക്കുകയും അല്ലേ, നമ്മളെയും ആത്മീയമായിട്ട് വളർത്തുകയും നമുക്ക് വേണ്ട ഒരു ഗൈഡൻസ് അല്ലേ, മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് വലിയൊരു കോൺട്രിബ്യൂഷനാണ്. നമുക്ക് വലിയ നന്മയാണ് വരുന്നത് അല്ലേ. കൊള്ളാം, ദൈവത്തിന് സ്തുതി. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഗ്രീറ്റി സിസ്റ്റർ വഴി നിങ്ങൾക്ക് എന്ത് മെച്ചാണ് ഉണ്ടാവണേ? ശരിക്കും പ്രാർത്ഥനാ സഹായം തന്നെയാണ്. പ്രാർത്ഥനാ സഹായം ഉണ്ട്, ആവശ്യമുള്ളൂ. അതെ, മറ്റൊരു സഹായം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല. അപ്പോൾ മകള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വീട്ടിൽ എന്തെങ്കിലും ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ച് അന്ന് വിളിക്കില്ല, കിട്ടുന്ന സമയങ്ങളിൽ വിളിക്കാൻ അനുവദിച്ച സമയങ്ങളിൽ നിങ്ങൾ വിളിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒന്ന് പ്രാർത്ഥിക്കണോട്ടോ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയുമ്പോൾ അപ്പോൾ അമ്മ ഞാൻ പ്രാർത്ഥിച്ചേക്കാം, അത് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വിളിക്കുമ്പോൾ ചോദിക്കും എന്തായി കാര്യം എന്തായി ചോദിക്കും. അപ്പോൾ അത് ആ കാര്യം നടന്നിട്ടുണ്ടാവും. ഇപ്പം മകൻ്റെ എക്സാം ആയി കഴിഞ്ഞാൽ അപ്പം അമ്മ വിളിക്കും, അവന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, എക്സാമാണ് പ്രാർത്ഥിച്ചേക്കണമെന്ന് പറയും. പിന്നെ നമുക്ക് പ്രാർത്ഥനയുടെ ഒരു പിൻബലം അതാണ് എന്നെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മോളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ മോള് ഈ മഠത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളൊരു സൈലൻ്റ് ആയിരുന്നു, എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ അവർക്കുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയും, മോളോട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണോ എന്ന് പറയും, അവർക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാനത് സാഹചര്യം കിട്ടുമ്പോൾ ഞാൻ വിളിച്ചു പറയും, ഇങ്ങനെ ജോസേട്ടൻ ഒന്ന് ഒരു സർജറി ഉണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനാട്ടോ എന്നൊക്കെ പറയും. അപ്പം ആരത്? ഞാൻ പറയും ഇന്ന ആളാണ്, ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയും. അപ്പോൾ മറ്റുള്ളവർക്കും ഒരു പ്രാർത്ഥനാ ചൈതന്യം പകർന്നു കൊടുക്കാൻ പറ്റും. അതെ, അത് ഈ സിസ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക്, അല്ലെങ്കിൽ വൈദികരിൽ നിന്നോ സന്യാസിയിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുള്ളത്. ഇപ്പം നമ്മൾ എത്ര നമ്മൾ ഏകാന്തരായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ
നമ്മൾക്ക് ആ പ്രാർത്ഥനയുടെ ശക്തി കിട്ടണമെന്നില്ല. മറ്റുള്ള ഈ സന്യാസിമാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അവരുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയോട് കൂടി വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു അനുഭവം നമുക്ക് കിട്ടും. അപ്പം എൻ്റെ മകളിൽ നിന്നും ഞങ്ങൾക്കും ഒത്തിരിയേറെ അനുഭവങ്ങൾ പ്രാർത്ഥന വഴി ഒത്തിരിയേറെ സഹായങ്ങൾ ഒട്ടേറെ സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. വിജയ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ? കൂട്ടിച്ചേർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മകളിൽ നിന്നും പ്രാർത്ഥന സഹായം ഉണ്ട്. അതുപോലെ തന്നെ അനുജത്തി സിസ്റ്റർ ആണല്ലോ. അനുജത്തി സിസ്റ്റർ ആണ്. അതെ, ഞങ്ങൾ അച്ഛനാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അസുഖങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്തായാലും ഞാൻ അവരെ ഏറ്റവും മുമ്പ് വിളിച്ചു പറയും, ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണോട്ടോ, ഇന്ന മാതിരിയാണ് കാര്യങ്ങൾ. ഓക്കെ, അതെല്ലാം ഇന്ന് വരെ നടന്നു കിട്ടിയിട്ടുണ്ട്. ഇതേവരെയും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടില് ഒരു സന്യാസിനി ഉള്ളത് വളരെ നല്ലതല്ലേ? തീർച്ചയായും അല്ലേ? ഒരു സന്യാസ ദൈവവിളി സ്വീകരിച്ച ഒരാളുണ്ടെങ്കിൽ എന്തുമാത്രം കൃപകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലേ? പ്രാർത്ഥനയുടെ കൃപയുണ്ട്, മധ്യസ്ഥ ചെയ്യുന്നതിൻ്റെ കൃപയുണ്ട്, അതോടൊപ്പം തന്നെ നമ്മളെ ഗൈഡ് ചെയ്യുന്നതിൻ്റെ, നമ്മളെ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ, അല്ലേ, നമുക്കൊരു പുതിയ ഉണർവ് പകരുന്നതിൻ്റെ ഒക്കെ കൃപയുണ്ട്. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പം നിങ്ങളുടെ മകൾ വഴി മറ്റു കുടുംബങ്ങൾക്കും കുറേ അനുഗ്രഹങ്ങൾ കിട്ടില്ലേ? നിങ്ങൾക്ക് മാത്രമല്ല, കുറേ കുടുംബങ്ങൾക്ക് കിട്ടൂലേ, അല്ലേ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സിസ്റ്റേഴ്സിനെ കുറിച്ച് നല്ല ഓർമ്മയാണോ? നിങ്ങളുടെ മകളെ കുറിച്ച് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചെറുപ്രായം മുതലല്ലേ, അല്ലേ? സിസ്റ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഞങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്? നല്ല ഓർമ്മകളാണ്. എന്തായിരിക്കും വിജയ് സിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു അനുഭവം എന്താണ്? ആദ്യത്തെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ കോൺവെന്റ് സ്കൂളിലെ മഞ്ഞപ്രയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ സിസ്റ്റേഴ്സായിട്ട് ഇപ്പോഴായാലും നല്ല ഒരു ബന്ധം, അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മോള് നിന്നത് ഫസ്റ്റ് വെസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നിന്ന് കൈപ്ര മഠത്തിലാണ്. അവിടെ ചെന്നപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു 3-4 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് കണ്ടുകഴിഞ്ഞപ്പോ നിന്റെ മോളാണോ എന്ന് ചോദിച്ചു വളരെ സ്നേഹത്തോടു കൂടി. ശരി ശരി. അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സിസ്റ്റേഴ്സിനെ കാണുമല്ലോ, അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് അവരെ കുറിച്ചൊരു പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു? അന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഇവര് ദൈവത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും പ്രാർത്ഥിച്ചാൽ കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരെ കണ്ടായിരുന്നത്, ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്നവർ നടക്കുമ്പോൾ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതെ, കൊള്ളാം. അപ്പൊ നിങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിന്റെ ആ ഒരു 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 തുടക്കം മുതൽ ചെറുപ്പകാലം മുതൽ തന്നെ ഓർക്കുമ്പോൾ, ഈ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ആരോ പറഞ്ഞു, അതായത് കുട്ടിയെ ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ ഒരുക്കുമ്പോൾ, അല്ലെ, ആ സിസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന റോള് കാണുമ്പോൾ എനിക്ക് തന്നെ അഭിമാനം തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ മക്കൾ സന്യാസ സഭയിൽ ചേരണമെന്നൊക്കെ ആഗ്രഹിച്ചെന്നൊക്കെ നിങ്ങൾ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതുപോലെ മറ്റു കുടുംബങ്ങൾക്കൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവർ വർഷിക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ഏറ്റവും അധികം ഈ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട സന്ദർശനങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലേ? അങ്ങനെ ഈ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സിസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഏത് കാര്യം ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഇപ്പോൾ നിങ്ങൾ കുടുംബജീവൻ നയിക്കുന്നവരാ, അല്ലേ? ഇന്നത്തെ കാലത്താണെങ്കിൽ കുടുംബജീവിതത്തിന് ഒത്തിരിയേറെ വെല്ലുവിളികളുണ്ട്, അല്ലേ? മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുന്നു, മക്കൾക്ക് എന്താ പറയുക ദുർമാതൃകകൾ അതുപോലെയൊക്കെ വരുന്നു. അപ്പം നമ്മുടെ ഈ സിസ്റ്റേഴ്സിൻ്റെ സന്യാസ ജീവൻ നയിക്കുന്നവരുടെ സാമീപ്യം എങ്ങനെയായിരിക്കും നമ്മുടെ കുടുംബ ജീവിതങ്ങളെ നവീകരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സിസ്റ്റേഴ്സ് പൊതുവെ നമ്മുടെ കുടുംബങ്ങൾക്ക് എങ്ങനെയാണ് ഉണർവ് പകരുന്നത്? എന്തായിരിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ? അത് എനിക്ക് പല അനുഭവങ്ങൾ നമ്മുടെ സന്യാസിമാരിൽ നിന്നും സിസ്റ്റേഴ്സ് അച്ഛന്മാരിൽ നിന്നൊക്കെ എനിക്ക് ഒട്ടേറെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ മരിച്ചതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ CMC സിസ്റ്റേഴ്സ് നമ്മുടെ വീടിൻ്റെ അടുത്താണെന്ന് വെച്ചാൽ ദൂരമില്ല. അപ്പോൾ എൻ്റെ ചെറുപ്പങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ഈ സിസ്റ്റേഴ്സ് എപ്പോഴും വീടുകളിൽ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതാണല്ലോ, പിന്നെ ഞങ്ങൾ 5 മക്കളാണ്. അപ്പോൾ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. അപ്പോൾ വീടുകൾ സന്ദർശനത്തിന് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഒരു പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവർ വരുമ്പോൾ തന്നെ അപ്പം ഞങ്ങൾ ഇവിടെ വിശേഷങ്ങൾ ചോദിക്കും. അപ്പം ഞങ്ങൾ എന്തെങ്കിലും സങ്കടങ്ങൾ പറയാനിരിക്കണം അത് പറയും. അപ്പോൾ അതിനെല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാവും മോനെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂട്ടിയിട്ട് ഇനിയും നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയും. അപ്പോൾ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് നമ്മൾ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒരു പ്രാർത്ഥനയുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള, കാരണം എൻ്റെ ചെറുപ്പകാലങ്ങളിലുണ്ടായ കാര്യങ്ങളാണ്. അത് ഇപ്പോഴായി കഴിഞ്ഞാൽ ഏത് സിസ്റ്റർമാരും വൈദികരായി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഭവന സന്ദർശനം വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടങ്ങൾ കാര്യങ്ങൾ എന്ന് എഴുതി അത് പറയും.
അല്ലെങ്കിൽ വിശേഷങ്ങൾ ചോദിച്ചാൽ അപ്പൊ നമ്മുടെ സങ്കടങ്ങൾ അവരോട് പറയാനായിട്ട് സാധിക്കുന്നു, അവരത് കേൾക്കുന്നു, ഒരുമിച്ച് കൂട്ടി ഒരു പ്രാർത്ഥന നടത്തുന്നു. ഇതൊക്കെ നല്ലൊരു ചിത്രമായിട്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ അവസാനം പറയും നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയും. അപ്പൊ നമ്മുടെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 4 ആൾ കൂടുമ്പോൾ നിങ്ങളുടെ മധ്യ ഞാനും ഉണ്ടാവും എന്നുള്ള അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ ആ പ്രാർത്ഥനയുടെ ശക്തി, അപ്പൊ ആ ദൈവം നമ്മുടെ അല്ലെങ്കിൽ ക്രിസ്തു നമ്മുടെ ആ ഒരു വീട്ടില് വിളിച്ചു വരുത്താണ് നമ്മൾ. അതെ അതെ അതെ. അപ്പൊ ആ ഒരു അനുഭവം എനിക്ക് ഒട്ടേറെ അല്ലേ. നിങ്ങളുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ സിസ്റ്റേഴ്സിനെ കുറിച്ച് ഓർക്കുമ്പോഴേ മറക്കാനാകാതെ നിൽക്കുന്ന ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സിസ്റ്റേഴ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ? എന്നെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സിസ്റ്ററാണ്, ആ സിസ്റ്ററാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എളിമയും ആ ആത്മാർത്ഥതയൊക്കെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു 5 വയസ്സുള്ള. കാരണം ഞാൻ വേറെ എത്ര ടീച്ചർമാരും മാഷന്മാരും പഠിപ്പിച്ചെങ്കിലും ആ ഒരു സിസ്റ്ററെയാണ് ഓർക്കണേ. സമ്മാനമായിട്ട് വരുന്ന ഒരു റോസാപ്പൂവിന്റെ അല്ലി, ഒരു പഴയ ക്രിസ്മസ് കാർഡ്, റോസാപ്പൂവിന്റെ അല്ലി, അതിന്റെ ആ സുഗന്ധമൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഒരാത്മാർത്ഥ ആ സ്നേഹമാണ് ആ കാണുന്നത്. ഇത് നമ്മൾ ഒരുപാട് സ്ട്രൈക്ക് ചെയ്യുന്നു. ശരി. എൻ്റെ പെങ്ങള് 15 വർഷം 10 വർഷം സ്കൂളിലും 5 വർഷം കോളേജിലും, കോൺവെന്റ് മറ്റേ ഈ കാഞ്ഞൂർ കോൺവെന്റ് സ്കൂളിലും ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ പഠിച്ചത്. അവസാനം അവള് സിസ്റ്ററായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ജീവിതത്തിന്റെ പുണ്യം കണ്ടിട്ട്. അപ്പോൾ ഈ സിസ്റ്റർമാർ നമ്മുടെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം പെൺകുട്ടികളെ ആണെങ്കിൽ അവർ തന്നെ സിസ്റ്ററായി പോവാണ്. അതെ, ഒത്തിരിയേറെ സ്വാധീനശേഷി അവർക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുനാളിൽ അവരുമായിട്ട് ഇന്ററാക്ഷൻ നടത്തുമ്പോൾ അവരിലുള്ള വിളങ്ങിയിരിക്കുന്ന ചില പുണ്യങ്ങൾ, അല്ലെ, ചില നന്മകൾ, ചില അവർക്ക് ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിലേ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. ഇപ്പോൾ ഒരു അമ്മമാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇവർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയത് സിസ്റ്റർമാരാണ്. കാരണം രഹസ്യം പുറത്തു പോകില്ല. പിന്നെ അവർ ഇതിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ അവർ തുറന്ന് പറയും. അപ്പോൾ അവർക്ക് പലതും കോർഡിനേറ്റ് സഹായിക്കാൻ പറ്റും. പിന്നെ അല്ലാതെ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ വിഷമങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല കുടുംബാംഗങ്ങൾക്ക് അവരുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇടമാണ് സിസ്റ്ററാണ്. ഞങ്ങൾ അച്ഛന്മാർ കുമ്പസാരിപ്പിക്കും. അവിടെ വന്ന് മനുഷ്യർ പാപങ്ങളേറ്റു പറഞ്ഞ് പാപമോചനം നേടും. നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വിഷമതകൾ ഏറ്റു പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കും, അല്ലേ? ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും നല്ല ഓർമ്മകൾ നിങ്ങൾക്ക് സിസ്റ്റേഴ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടോ? പിന്നെ സിസ്റ്റേഴ്സ് ഇടവകയിൽ ചെയ്യുന്ന സേവനങ്ങൾ, അതെ, എല്ലാ സംഘടനകളിലും വളരെ സജീവമായിട്ട്, അല്ലേ? എല്ലാ സംഘടനകളിലും ഒരുപക്ഷെ നമ്മൾ അറിയാതെ തന്നെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ അവർ ഇവിടെ ഇടവകയിൽ കുറെ സേവനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അത് മറക്കാൻ പറ്റൂലല്ലോ. ശരിക്കും സന്യാസ ജീവിതം അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് സഭയുടെ വളർച്ചയിൽ ഒരു ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ്, അല്ലെ? വളരെ പ്രധാനപ്പെട്ട റോളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. എല്ലാ കുടുംബ യൂണിറ്റുകൾ അങ്ങനെ എല്ലാത്തിനും വന്ന് അവർ സഹകരിക്കുക. പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതെല്ലാം. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, നമ്മുടെ സിസ്റ്റേഴ്സ് ചെയ്യുന്നത് പോലെയുള്ള കാരുണ്യ പ്രവർത്തികൾ നമ്മുടെ കേരള സമൂഹത്തിൽ വേറെ ആരാ ചെയ്യണത്, അല്ലേ? എത്രയോ വൃദ്ധരായ മനുഷ്യരെ, തളർന്നു കിടക്കുന്നവരെ ശുശ്രൂഷിക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ അപ്പനമ്മയില്ലാത്തത്, ഒരു പക്ഷേ അപ്പനമ്മ ഉണ്ടായിട്ടും വഴക്കിട്ട് ജീവിച്ചിട്ട് ആ കുടുംബത്തിൽ സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ കഴിയാത്ത എത്രയോ കുഞ്ഞുങ്ങളെ നമ്മുടെ സിസ്റ്റേഴ്സ് പരിപാലിക്കുന്നു, അല്ലേ? എത്രയോ ചേരികളിൽ ഒരു പക്ഷേ വിദ്യാഭ്യാസമില്ലാതെ, ധാർമ്മികമായ ഒരു പരിശീലനമില്ലാതെ തളർന്നു പോകുന്ന വ്യക്തികളെ അവർ ചേരിയിലേക്ക് കടന്നു ചെന്ന് സഹായിക്കുന്നു, അല്ലേ? മാനസിക രോഗികളെ കുറെ സിസ്റ്റേഴ്സുമാര് നോക്കുന്നുണ്ട്. അതെ, മാനസികമായി തളർന്നു പോയ ക്ലേശിക്കുന്നവരൊക്കെ ആശ്വാസമായി മാറുന്ന എത്രയോ, ശരിക്കും പറഞ്ഞാൽ സഭയുടെ വലിയ സൗന്ദര്യത്തിന്റെ മുഖമല്ലേ ഇവര്. തവളപ്പാറയിലെ ചാരിറ്റി സിസ്റ്റേഴ്സാണ്. അവിടെ വൃദ്ധമന്ദിരമുണ്ട്. 25-30ഓളം അപ്പാപ്പന്മാരുണ്ട്. അവരെ 4 സിസ്റ്റർമാരാണ് അവരെ പരിചരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു, അല്ലെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപ വരുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവർക്കിടെ ജോലികൾ ചെയ്യണം. പിന്നെ ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും പോവും. പിന്നെ കുടുംബ യൂണിറ്റുകളിൽ പങ്കെടുക്കും. അങ്ങനെ അവര് കണ്ടമാനം അങ്ങനെ സഹിച്ച് കഷ്ടപ്പെട്ട്. അപ്പൊ സിസ്റ്റേഴ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. അവർ നമ്മൾ ചെയ്യുന്ന വലിയൊരു സേവനമാണ്. അങ്ങനെയാണെങ്കിൽ ഇവരിലേക്കുള്ള ഈ സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളി കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? ഒരു കാര്യം പറയാമോ? എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങളുടെ മകൾ സന്യാസത്തിലേക്ക് വന്നു, ഇനി ഇതുപോലുള്ള സന്യാസ ദൈവവിളികൾ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ? വിജി, പ്രാർത്ഥിക്കണം. ദൈവവിളി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കുടുംബജീവൻ നയിക്കുന്നവര്
കുടുംബജീവിതം നയിക്കുന്നവർ നന്നായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നത് കൂടാതെ വേറെ എന്തെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളി ഉണ്ടാകാനായിട്ട് നമ്മൾ തന്നെ ചെയ്യണം. പക്ഷെ സഭ എന്ന് പറയുന്ന ഒരു സംവിധാനം, സഭ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും? സന്യാസ ദൈവവിളികൾ ഉണ്ടാകാനായിട്ട് മറ്റുള്ളവരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്തായിരിക്കും? സഭ തന്നെ, സഭയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. സഭ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മക്കൾ വളർന്നു വന്ന മക്കള് നല്ല രീതിയിൽ കേട്ടാൽ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ. ഈ സഭാധികാരികൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്താണ്? സഭാധികാരികൾ നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യണം. സഭയായാലും, കാരണം ഇവർ ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ വിളിച്ചതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് ചെയ്യണം. പിന്നെ വേറെ എന്തായിരിക്കും ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ? ഇപ്പൊ നിങ്ങളുടെ മക്കൾ തന്നെ ഉദാഹരണം എടുത്തേ. നിങ്ങളുടെ മക്കൾക്ക് ദൈവവിളി കിട്ടിയത് നമ്മൾ സിസ്റ്റർമാരെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ കുറ്റം പറയാതിരിക്കണം. മറ്റുള്ളവരുടെ അതെ, കുറ്റം പറയാതെ പോസിറ്റീവായ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, അത് ഞാൻ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും കേൾക്കുന്നവരോട് നമ്മൾ കൂടി സംസാരിക്കരുത്. അത് ശരിയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഉദാഹരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഒരു മകള് അല്ലെങ്കിൽ 2 മക്കള് സന്യാസത്തിലേക്ക് പ്രവേശിച്ചതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഇത്രയും നേരത്തെ ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ഇടയിലുള്ള ഒരു ചൈതന്യമല്ലേ, നിങ്ങളുടെ പ്രാർത്ഥനാ ചൈതന്യം, ദൈവാശ്രയ ബോധം, നിങ്ങളെ സഭയോട് ചേർത്ത് നിർത്തുന്ന നിങ്ങളുടെ മനസ്സ്, അതോടൊപ്പം തന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം, സമർപ്പണം, ഇതൊക്കെയല്ലേ ശരിക്കും സന്യാസ ദൈവവിളികൾ ഉണ്ടാകാൻ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കേണ്ടത്? വിവാഹ ദൈവവിളിയല്ലേ? വിവാഹം എന്ന കൂദാശയല്ലേ? അതെ. ആ കൂദാശയുടെ ബന്ധത്തിലൂടെ വളർന്നു വരുന്ന മക്കൾക്ക് യഥാർത്ഥത്തിൽ വലിയൊരു വെളിച്ചം കിട്ടില്ലേ? ഈയിടെയായിട്ട് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മിഷണറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കപ്പിൾസിൻ്റെ വിവാഹം എന്ന കൂദാശ സ്വീകരിച്ച ദമ്പതികളുടെ ഒരു സംഘടനയുണ്ട്, ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് 3-4 കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ അവരുടെ മക്കൾ സന്യാസ ദൈവവിളി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കൗദാശികമായ ജീവിതത്തെ യഥാർത്ഥത്തിൽ പോഷിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ദൈവവിളികൾ, ക്രിസ്തുവിലേക്കുള്ള ആകർഷണം മക്കൾക്കുണ്ടാവുകയും അവർ സന്യാസം, വൈദിക ജീവിതം, ഇപ്രകാരമുള്ള ദൈവവിളിയിലേക്ക് കടന്നു വരികയും ചെയ്യും. കൊള്ളാം, നമുക്ക് സമയം കഴിഞ്ഞതുകൊണ്ട് നിർത്തുകയാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, സന്യാസ ജീവിതം മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഈ സമൂഹത്തിന് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഒത്തിരിയേറെ വ്യക്തികളിലേക്ക് നന്മയുടെ സുഗന്ധം പരത്തുന്ന, ശരിക്കും പറഞ്ഞ സുന്ദരമായ പുഷ്പങ്ങളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരിമാർ. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ, ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങളിലൂടെ ഈ സന്യാസ ജീവിതത്തെ നമുക്ക് ഇനിയും വളർത്താനായിട്ട് സാധിക്കും. അതുവഴി അവരും വളരും, നമ്മുടെ കുടുംബങ്ങളും വളരും. അങ്ങനെ പരസ്പരം വളർത്തി നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധങ്ങൾ വളരട്ടെ. സന്യാസിനികൾ, നല്ല സന്യാസിനികൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ.